ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിക്കുവാൻ നാം ഒരുങ്ങുകയാണ്. എന്താണ് വിമല ഹൃദയം? പരിശുദ്ധ അമ്മയുടെ സുഹൃതപൂർണമായ സുന്ദരമായ ജീവിതത്തെ സൂചിപ്പിക്കുവാനാണ് വിമല ഹൃദയം എന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി 33 ദിവസം എന്തുകൊണ്ട്? ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നത്, പ്രതിഷ്ഠിക്കുന്നത്? ഇത് പഠിപ്പിച്ചത് മറ്റാരുമല്ല, ഈശോ തന്നെയാണ്. കാൽവരിയിൽ യോഹന്നാന്റെ സുവിശേഷം 19:26 ഈശോ പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. ഒറ്റ വാചകത്തിലൂടെ സകല ജനപദങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഈശോ പ്രതിഷ്ഠിച്ചു. ഉൽപ്പത്തി പുസ്തകം 3:15 വചനം പറഞ്ഞു വെക്കുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. പിശാചിനു മീതെ പരിശുദ്ധ അമ്മയ്ക്ക് കർത്താവ് തരുന്ന വലിയ കൃപയുടെ ശക്തിയുടെ അടയാളമായിട്ടായിരുന്നു ഈശോ സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട് കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചത്. വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വാസ്തവത്തിൽ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല. നേരത്തെ പറഞ്ഞതുപോലെ നാരകീയ പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ശക്തമായ ഒരു ആയുധമാണ്. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിശുദ്ധിയുടെ സോപാനം കയറാൻ കൊതിക്കുന്നവർ ഈ പ്രതിഷ്ഠ നടത്തുക എത്രയും സുന്ദരമായിരിക്കും. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തേണ്ടത് ഇപ്രകാരമാണ്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യത്തേത് കുംഭസാര ചൊല്ലിയിരിക്കണം. അതുപോലെ തുടക്കത്തിൽ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലണം. അതുപോലെ എല്ലാ ദിവസവും ഒരു അധികം ജപമാലയെങ്കിലും ചൊല്ലിയിരിക്കണം. ഇനി രീതി ഇപ്രകാരമാണ്. ഓരോ ദിവസവും അതാതിൻ്റെതായ പ്രാർത്ഥനകളുണ്ട്. ദിവസത്തിന്റെ പ്രാർത്ഥനകൾ, അതോടൊപ്പം പൊതു പ്രാർത്ഥനകൾ. ഇനി ഒരു സൽക്രിയ ഉണ്ടാകും, ഉപേക്ഷ വരുത്താൻ പാടില്ലാതെ ചെയ്യേണ്ട ഒരു കർത്തവ്യം ഉണ്ടാകും, അതോടൊപ്പം പഠിക്കേണ്ട ഒരു വചനം ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ 33 ദിവസം ചൊല്ലി പൂർത്തിയാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തപ്പെടുക പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾക്ക് ഒരുക്കമായിട്ടാണ്. 33 ദിവസം ഒരുങ്ങി അമ്മയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക തിരുനാളിന്റെ അന്ന് പ്രതിഷ്ഠ നടത്തി അനുഗ്രഹം സ്വന്തമാക്കും. ഇപ്രാവശ്യം ഇന്ന് 20-ാം തീയതി ആരംഭിച്ച് മാർച്ച് മാസം 25-ാം തീയതി പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്താ തിരുനാൾ ദിവസം വിമല ഹൃദയ പ്രതിഷ്ഠ നാം പൂർത്തിയാക്കും. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് ഈ പ്രതിഷ്ഠ ആരംഭിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.